Shilpa. This is Harish, and today let's have a fun game kind of a session. ഇതാർക്കും അറിയാത്തൊരു വെറൈറ്റി സാധനമാണ്. സ്റ്റിൽ ഇറ്റ്സ് ലൈക്ക് ഹൗ വെൽ വി നോ ഈച്ച് അതർ. ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാലമായിട്ട് ഒരുപാട് വർഷമായിട്ട് അറിയാം അല്ലേ. മാരീഡ് നൗ ഫോർ മോർ ദാൻ 5. ഇപ്പൊ തന്നെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. But we are almost getting into our 4th year. അതിന് മുന്നേ നമുക്ക് കുറെ കാലം നമ്മളിപ്പോ എന്താ പറയാ ലൈഫിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ രണ്ടാളുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. സോ ഐഡിയലി വി ഷുഡ് ബി നോയിങ് ഈച്ച് അതർ വെരി വെൽ. സോ ടുഡേ ലെറ്റ്സ് സീ ഹൗ മച്ച് വി നോ ഈച്ച് അതർ. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ആയിട്ടുണ്ട്. ലൈക്ക് ഒരു ടൈം അഭിനയിക്കുന്നത് ക്വസ്റ്റ്യൻ ആൻസർ അല്ല പറയുന്നത്. സോ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം എങ്ങനെ എഴുതണ്ട വെച്ചാല് മുത്ത് എന്റെ ആൻസർ എഴുതണ്ട്, ഞാൻ മുത്തിന്റെ ആൻസർ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് വാട്ട് ഈസ് മൈ ഫേവറേറ്റ് കളർ. ഫോർ ഇറ്റ്സ് ഈസി ഓൺലി. യു ഹാവ് ടു റൈറ്റ് മൈ ആൻസർ. മൈ എന്ന് പറയുമ്പോൾ പക്ഷെ ഞാൻ മുത്തിന്റെ എഴുതണ്ടത്. അപ്പൊ എന്നിട്ട് ഞാൻ ചോദിക്കുമ്പോ മുത്തിപ്പോ എന്റെ ആൻസർ അല്ലേ. അപ്പൊ നമുക്കൊരു ട്രൈ അല്ല, നമുക്ക് രണ്ട് ആൻസർ എഴുതാം. ഇപ്പൊ ഞാൻ ചോദിക്കും വാട്ട്സ് മൈ ഫേവറേറ്റ് കളർ എന്ന് ചോദിക്കും. അപ്പം ഇപ്പൊ ഇവിടെ നമുക്ക് ഓൾറെഡി എഴുതാം എച്ച് ആണോ എസ് ആണോ. എന്നിട്ട് എന്റേതും എഴുതാം മുത്തും എഴുതാം. സോ യു ഹാവ് ടു ടെൽ മൈ ആൻസർ. അപ്പൊ ഞാൻ നോക്കും ഞാൻ എഴുതുന്നത് ആണെന്ന്. ട്രയലും ആണ്. ഓക്കെ, അപ്പൊ 10 ക്വസ്റ്റ്യൻസ് എന്നിട്ട് നമുക്ക് നോക്കാം ആർക്കാണ് ആരെ കുറിച്ച് ആർക്കാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്. സോ നമുക്ക് തുടങ്ങാം. ഐ ആം വെരി കോൺഫിഡന്റ് ഞാൻ ജയിക്കുമായിരിക്കും. ഞാൻ ജെമിനിയോട് ചോദിച്ചു. ജെമിനി കുറച്ച് സാധനത്തിന് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. കേട്ടിട്ടില്ല ഈ ക്വസ്റ്റ്യനിൽ എത്രമാത്രം ക്ലാരിറ്റി ചെയ്തു. അപ്പൊ ചിലപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ കൂടുതൽ സാധനങ്ങൾ അക്യുറേറ്റ് ചെയ്താല് ഇപ്പൊ ഞാൻ 3 എഴുതി, മുത്ത് 4 എഴുതി. അപ്പൊ മുത്ത് ജയിക്കും. ആരാണ് കൂടുതൽ സാധനം കറക്റ്റ് ചെയ്തിരുന്നത്. അല്ല ഞാൻ ഇതിൽ മിക്കവാറും മുത്തുവിനെ കൂടുതൽ കിട്ടും. കാരണം ഞാൻ കുറച്ചിപ്പം അല്ല എനിക്ക് ഞാൻ എന്റെ കാര്യം ഇപ്പൊ ഇങ്ങനെ വിളിച്ചോണ്ട് നടക്കില്ല. അതുകൊണ്ട് മേ ബി യു നോ തിങ്സ്. ഓക്കെ, വാട്ട് ഐ വാസ് വിയറിംഗ് ദ ഫസ്റ്റ് ടൈം വി മെറ്റ്. നമ്മൾ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ എന്ത് ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് ഓരോ ഡീറ്റെയിൽസും കറക്റ്റ് ആയിട്ട് എഴുതിയാൽ അതിനനുസരിച്ച് പോയിന്റ് കിട്ടും. ഒരു ഗൗണായിരുന്നു. അതൊരു പിങ്ക് കളറില് ഗൗൺ. ഡ്രസ് പക്ഷെ പിങ്ക് അല്ല. പിങ്ക് അല്ലെങ്കിൽ ഓറഞ്ച്. തെറ്റി ഓൾറെഡി. പിങ്ക് അല്ലാതെ പറഞ്ഞോണ്ടല്ലേ ഓറഞ്ച് ആണ്. അത് രണ്ടും ഒരുപോലെ. ഫോട്ടോ വേണമെങ്കിൽ ഞാൻ അറ്റാച്ച് ചെയ്ത് മനസ്സിലാവുന്നു. അതും പിന്നെ ഒരു ബ്ലാക്ക് കളർ ഒരു സാധനം, ഒരു കോട്ട് പോലത്തെ സാധനം. പിന്നെ ചപ്പല്. അത് രണ്ടും തന്നെയായിരുന്നു. അതിലിപ്പോ എന്താ ഒരു ഡ്രസ്സും പിന്നെ മുകളിലൊരു കോട്ട് ഇട്ടു. പിന്നെ ഒരു ചപ്പലും ഉണ്ടായിരുന്നു. പിന്നെ ഫീച്ചർ എന്ന് വെച്ചാൽ എന്താ ഫീച്ചർ ഇപ്പൊ ഞാൻ മുടി അങ്ങനെ കിട്ടീനി അല്ലെങ്കിൽ ലൈക്ക് ഞാൻ ഹെൽപ്പിങ് യു. മുടി സാധാരണ പോലെ അപ്പൊ 1.5 മാർക്കാണോ? യു ഗോട്ട് 1.5 മാർക്ക്. ഞാൻ പറയാം പിന്നെ വൈറ്റ് പാന്റ്, മെറൂൺ ടീഷർട്ട്, ഒരു ജാക്കറ്റ് ബ്ലാക്ക്, പിന്നെ ഒരു തൊപ്പി ബ്ലാക്ക്. അങ്ങനെയാണോ? ആ എല്ലാം കറക്റ്റ്. മുത്തുമാർക്ക് എല്ലാ ഫീച്ചറിലും ഞാൻ 1.5 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയല്ലോ 1 by 1 ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്ക്. ഓക്കെ, എന്നാ 1/2 മാർക്ക് മുത്തു കിട്ടി, എനിക്ക് 1 മാർക്ക് കിട്ടി. ഞാനെല്ലാം കറക്റ്റ് പറഞ്ഞില്ലേ? ഇല്ല, പിങ്ക് പറഞ്ഞതിൽ തന്നെ പോയി 1/2 മാർക്ക്. സോ 1/2 മാർക്ക് കിട്ടിയില്ലേ? ബി ഗ്രേറ്റ്ഫുൾ. ഞാൻ വെച്ച് ഭയങ്കര ഈസി ആയിരിക്കുന്നു. സോ വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് കംഫർട്ട് ഫുഡ് ആഫ്റ്റർ എ ലോങ് ടൈം. ഒരു ടയറിംഗ് ആയിട്ടുള്ള ദിവസം കഴിയുമ്പോൾ ഞാൻ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കംഫർട്ട് ഫുഡ്.
റൈസും കറിയും, രസം, പുളിശ്ശേരി, ബിരിയാണി. അല്ല അത് കറക്റ്റ് ആയിരുന്നു. ഓക്കെ. ഫിഷ് കറിയും ചോറായിരിക്കും. പക്ഷെ ഫിഷ് കറിയും ചോറും ഇവിടെ കിട്ടാതെ ചിക്കൻ കറി ചിക്കൻ കറി ചോറ് നമുക്കിപ്പോ എന്തായി മുത്തു 1.5 ഞാൻ 2. ഇനി വാട്ട് ഈസ് മൈ ഗോ ടു ഡ്രിങ്ക്? ഓക്കെ, ഞാൻ പറയാം. ഒരു കഫേ പോയാല് നമ്മൾ ഓർഡർ ചെയ്യുന്ന കഫേയിലോ അല്ലെങ്കിൽ ഹോട്ടലിലോ പോയാല് നമ്മ വാങ്ങുന്ന ഒരു ഡ്രിങ്ക് എന്തായിരിക്കും? ഓക്കെ, കുറച്ചും കൂടി ഞാനോട് എന്നിട്ട് കഫേ എന്ന് പറയാം. ഇപ്പൊ പറയുന്നതിന് റൂളെല്ലാം പറ്റി എഴുതടാ. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ ഡ്രിങ്ക് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ എനിക്കൊരു ആൻസർ ഉണ്ട്, അതുകൂടി എഴുതിയാ ഞാൻ ഒരു ഹാഫ് മാർക്ക് എക്സ്ട്രാ തരാം. കഫേ അല്ലാണ്ട് തന്നെ ലൈക്ക് ജനറലി ഞാൻ ഓർഡർ ചെയ്യുന്ന ഒരു ഗോ ടു ഡ്രിങ്ക്. മുത്തുവിന്റെ അമേരിക്കാനോ അല്ലേ കഫേ പോയാലും മുത്തപ്പോ ഞാൻ ആദ്യം പറഞ്ഞിട്ട് അതുകൊണ്ടല്ലേ ഞാൻ നേരെ ചായ കിട്ടാത്ത സമയത്ത് ചില കഫേലൊന്നും പോയിക്കുന്നത് അവിടെ ചായ കിട്ടില്ല. അപ്പൊ കട്ടൻ കാപ്പി, അതായത് അമേരിക്കാനോ. അത് ശരിയല്ലേ? പക്ഷെ എന്റെ ഗോ ടു ഡ്രിങ്ക് ഫിൽറ്റർ കോഫിയാണ്. ഞാൻ അതായത് വെച്ച് എഴുതിയിട്ട് തരാം. പക്ഷെ എഴുതിയിട്ട് വാട്ട് ഈസ് മൈ ഫേവറേറ്റ് മീൽ ദാറ്റ് യു കുക്ക്? You have to write what I like when you cook. I have to write what you like when I cook. എനിക്കല്ല കുറച്ച് ടഫ്. ആയാ ചോറും ചിക്കൻ കറി. അല്ല അതെ, പക്ഷെ ഞാൻ മെയിൻ ആയിട്ട് ഫസ്റ്റ് തിങ് തന്നെ എഴുതിയത് ബിരിയാണിയാണ്. എന്തുവാ? ചോറും രസം. ഞാൻ ഗാർലിക് റൈസ്. ഗാർലിക് റൈസോ? ഗാർലിക് റൈസ് ഐ ലൈക്ക് ഗാർലിക് റൈസ്. പക്ഷെ അത് 1-2 വശം അങ്ങനെ ഉണ്ടാക്കി. ഇത് ഭയങ്കര ഒബ്വിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, വേഗം മാർക്ക് കിട്ടുന്ന ഒരു സാധനം. വാട്ട് ഈസ് മൈ ബിഗ്ഗസ്റ്റ് ഫിയർ? ഒബ്വിയസ് അല്ലേ? Maybe you are making it tough giving acting like tough. ഇല്ല, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ എന്താ ചെയ്യാന്ന്. എനിക്ക് മുത്തൂനെ അറിയാലോ. What is your biggest fear? എനിക്ക് മുത്തൂനെ അറിയാം. എനിക്ക് മുത്തൂനെ കിട്ടിയല്ലോ. റെസിസ്റ്റ് ചെയ്യുന്ന സാധനം വെച്ചാൽ നമുക്ക് ചെയ്യാൻ പേടിയില്ല ആരും. ചെയ്യാൻ പേടില്ല ആരും. You are taking clue. അല്ല, ഇപ്പൊ ചെയ്യാൻ പേടില്ല കാര്യമാണോ? ഇപ്പൊ ഞാൻ പറയാം, നിനക്ക് ഇപ്പൊ പാമ്പിനെ കാണുന്ന പേടിയോ? പാമ്പിന്റെ വീഡിയോ കാണുന്ന അതാണ്. നമ്മള് റിപ്പീറ്റഡ്ലി ഇപ്പൊ കൂടുതൽ തവണ എന്താ പറയാ ഞാൻ കമ്മൽ ക്രോസ് ചെയ്ത ഒരു ഫിയർ ആവാം, ഫോബിയ. എന്തൊക്കെ എഴുത്. ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തപ്പോ വിചാരിച്ച ഒഴിവാക്കി എന്തായാലും കിട്ടിയിരുന്നു. This is becoming interesting. എന്ത് പാമ്പിന് പേടിയാണ്, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയുള്ളത് വാട്ടറാണ്. അത് അറിയില്ലേ? അല്ല, എനിക്ക് അതിനേക്കാളും ഭയങ്കര പേടി ഞാൻ റെഗുലർലി ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് വെള്ളത്തിൽ ഇറങ്ങാനല്ലേ. പാമ്പിന് എപ്പോ വന്നിട്ട് ഞാൻ പേടിക്കുന്നില്ല. അത് വല്ലപ്പോഴല്ലേ. പക്ഷെ എനിക്കിപ്പോ നീന്തണം എന്ന് തോന്നുന്ന സമയത്ത് നീന്താൻ വരുന്നതല്ലേ. മുത്തുന്റെ പേരുടെ ക്ലോസ്ട്രോഫോബിക്. അതാണ് മുത്തുന്റെ വെല്ലുവിളി. അതെ 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 അതെ. കളിക്കാനറിയാത്ത ആൾക്കാർ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഇതാണ്. You didn't understand, that's why. അതിപ്പോ ഞാൻ തന്നെ പേടിയെന്നല്ലേ ചോദിച്ചേ. ഓക്കെ, പല്ലിക്ക് പല്ലി. എനിക്ക് പല്ലിനെ പേടി. ഞാൻ വെച്ചിട്ടല്ല എല്ലാവർക്കും കിട്ടുന്നത്. എനിക്ക് പാമ്പിനെ പേടിയല്ലേ. അതെ, പക്ഷെ മുത്തിന് ഏറ്റവും കൂടുതൽ എപ്പോ റിപ്പീറ്റഡ്ലി പറയുന്നത് ആയിരിക്കും വേണ്ട. ഈ ക്ലോസ്ട്രോഫോബിക്ക് മുത്തിന് ഇല്ല പേടിയെന്നല്ലേ. പിന്നെന്താ അത് ക്യാൻസൽ ചെയ്താ പോലെ. നമുക്ക് രണ്ടൊക്കെ തോന്നിയിരുന്നില്ലേ? അപ്പൊ ടോട്ടൽ ഇപ്പോ പോയിന്റ് കുഞ്ഞു കുഞ്ഞു രീതിയിലൊക്കെയാണ് എനിക്ക് 4 ഓർത്തൊക്കെ കുറച്ച് സീരിയസ് ആയിട്ട് വിളിക്കാൻ വേണ്ടി പറയാം. എനിക്ക് 4 തന്നെ മുത്തിന് 2.5 പോലെ നല്ല വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്.
if we could move anywhere in the world tomorrow, where would I choose? നമുക്ക് നാളെ ഇപ്പൊ ഭൂമിയിൽ എവിടെ വേണമെങ്കിൽ ജീവിക്കാന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു വെച്ചോ, അപ്പൊ ഞാൻ ചൂസ് ചെയ്യുന്ന സ്ഥലമായിരിക്കും. ഇത് ഭയങ്കര എളുപ്പമായിരിക്കും. I don't know about you. ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് അറിയായിരിക്കും അല്ലേ? നീ തുടങ്ങി. ഞാൻ തുടങ്ങി. കേരള, ദുബായ്. കേരള ഞാൻ എഴുതിയിരിക്കുന്നതാണ്. എനക്കും അതെ, രണ്ടാക്കും കേരള. Guys, not enough. We would like to settle in Kerala. Okay. What is my phone battery anxiety level? അതായത് ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് എത്ര പെർസെന്റ് വരെ പോവാം, ലൈക് ചാർജ് ഇപ്പൊ റെഡ്യൂസ് ആവില്ലേ, അപ്പം എത്ര റെഡ്യൂസ് ആവുന്നവരായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് 30 ആൻസർ കറക്റ്റ് ആയിട്ട് അറിയില്ല. You are okay till 1%. എനിക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നവരെ ഓക്കെ ആണ്. 20%. ഇത് ഓക്കെ തന്നെയാണ്. ഇത് കറക്റ്റ് ആൻസർ ഹാഫ് ഇട്ടൂലേ? 20% ഞാൻ മറ്റേ ലോ പവർ മോഡാണ്. ലോ പവർ മോഡ് ആവുമ്പോഴാണ് അത് ബാറ്ററി ഇല്ലാന്ന് നമുക്ക് ഓർമ്മ. കാരണം ഫോണിനൊരു 10% കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നത് അരമണിക്കൂർ ഇല്ല, 1 മണിക്കൂറിനത് ഐഡലായിട്ട് നിൽക്കും. ഒന്ന് ജീവിതത്തിലേക്ക് 1 മണിക്കൂറൊക്കെ നിൽക്കുമ്പോൾ നമ്മളെന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമല്ല, വീഡിയോ അങ്ങനെ കാണുന്നത് മാത്രമേ അതൊരു അരമണിക്കൂറിലൂടെ ഉണ്ടാവുള്ളൂ. So I got a point. First time though, history of. Okay, ഇത് കുറച്ച് എളുപ്പമുള്ള സാധനമാണ്. If I were to become an influencer, what would be my niche? അത് മുത്തുവിന് തോന്നുന്നു എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഏതാണെന്ന്. ലൈക്ക് ഇപ്പം ഇൻഫ്ലുവൻസർ ആണോ, ലൈക്ക് കണ്ടന്റ് ക്രിയേറ്റ് നീഷിന്റെ പേര് പറയും. അതിന്റെ ഇതായിട്ടുള്ളൂ പേര് എന്നുള്ളത്. വിശക്കുന്നുണ്ട് തോന്നുന്നു. വയറിന് സൗണ്ട് കിട്ടുമോ? പിന്നെന്തായിരിക്കും? ഓ, അനക്കൊരു പേര് കിട്ടുന്നില്ല. സാധനത്തിന് പേര് വേണം. ഇപ്പൊ 9 ദിവസത്തിന് കഴിച്ചു. പക്ഷേ അപ്പൊ ഞാൻ വിചാരിച്ചു ഒരെണ്ണം ഞാൻ വേറെ ഉണ്ട് ചോദിക്കാം ലാസ്റ്റ്. സോ ഞാൻ മുത്തുവിന്റെ പറയും, അത് മുത്തുവിന് ഓക്കെ എന്ന് പറയാം. രണ്ടേലേ പറയാം. സിൻസ് യു ടുക്ക് 2, ഐ വാസ് ടേക്കിംഗ് 2. ഒന്ന് ഇപ്പൊ വീടിന്റെ സ്ട്രക്ചറോ ലൈക് പ്ലാനിങ് അങ്ങനത്തെ റിലേറ്റഡ്. ഒന്ന് മുത്തുവിന് ലൈക്ക് ഇപ്പൊ പുരാണ സ്റ്റോറീസ് ഉണ്ടല്ലേ, അത് ചിലപ്പോ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കറക്റ്റ് അല്ലേ? രണ്ടും കറക്റ്റ് തന്നെ. അങ്ങനെയൊന്നുമില്ല. അതിപ്പോ മുത്തോർക്ക് അതിപ്പോ എന്താ പ്രശ്നമുണ്ടല്ലോ. എഗ്രി ചെയ്താല് ഇഫ് യു ഫീൽ ലൈക്ക്. ശരി. മുത്തുവിന്റെ ഒന്ന് സ്പിരിച്വാലിറ്റി, ലൈക്ക് മെഡിറ്റേഷൻ, ജേർണലിംഗ്, ദാറ്റ് കൈൻഡ് ഓഫ് സെൻസ്. പിന്നെ ഒന്ന് ഒരു ബ്യൂട്ടി വ്ലോഗർ ആവാൻ പറ്റുന്നില്ല. പിന്നെന്താ വരിക? ഞാൻ സെൽഫ് ഡെവലപ്മെന്റ് ആയിരിക്കും. അതർ തിങ് ഓൾസോ അഗ്രി. കുഴപ്പമില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മുത്തു ചോദിക്കാം. ഇതെല്ലാം ചോദിച്ചാൽ തോന്നുന്നു. എല്ലാം ഞാൻ പറയാം. ഇതെല്ലാം ചോദിച്ചു. ഞാൻ ഈ ഗ്രീൻ ഇട്ടതെല്ലാം ചോദിച്ചായിരിക്കും. ഇല്ല, ഇത്രയുള്ളൂ. ഞാൻ കുറച്ച് ഹോംവർക്ക് ചെയ്തു ഗൈസ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ആം ഐ മോസ്റ്റ് പ്രൗഡ് ഇൻ മൈ ലൈഫ് സോ ഫാർ? സ്പെസിഫിക് ആയിട്ടുള്ള ആൻസർ ഉള്ള ക്വസ്റ്റ്യൻസ് ഇത് ചോദിക്കാം. ഇത് ചിലപ്പോൾ മുത്തുനും എനിക്ക് സെയിം ആയിരിക്കും. വാട്ട് ഡു ഐ വാണ്ട് അവർ ലൈഫ് ടു ലുക്ക് ലൈക്ക് ഇൻ 10 years? അതൊരു വലിയൊരു ആൻസർ അല്ലേ, അതങ്ങനെ നമുക്ക് ചെറുതാക്കി എഴുതാൻ പറ്റും. എന്നാലും ഒരു ഫസ്റ്റ് ഗ്ലാൻസ് എന്താ. ഓക്കെ, വേറെ വാട്ട് ഈസ് മൈ ഡ്രീം കാർ? കുറച്ച് ഈസി ആണ്. പക്ഷെ മുത്തുവിന്റെ നമുക്ക് അറിയില്ല. എന്റെ ഡ്രീം കാർ ഞാൻ എപ്പോ പറയുന്നുണ്ട്. ഇറ്റ്സ് ഒബ്വിയസ് ആൻസർ പോയി. ചിലപ്പോ യു ഓൾസോ ഹാവിംഗ് സെയിം ഡ്രീം കാർ as mine. അത് തന്നെയാണോ? എന്നാ ഞാൻ ഇതാ എന്താ വേണ്ട, നമുക്ക് സീക്രട്ട് ആയിട്ട് വെക്കാം. ഇതൊരു ക്യൂട്ട്. If I were an animal, which one I would be? ഞാൻ ഇപ്പൊ ഒരു ആനിമൽ ആണെങ്കിൽ ഞാൻ എന്തായിരിക്കും? ലൈക്ക് എന്റെ ക്യാരക്ടറും ഫീച്ചറിലും വെച്ചിട്ട് ഞാൻ മുത്തുണ്ടായിരുന്നു. ക്ലീഷ അല്ലാത്ത ക്വസ്റ്റ്യൻ അല്ലേ? ഞാൻ വിന്നർ, ഒബ്വിയസ് വിന്നർ ഇസ് മീ. ഇതൊരു ഡെക്ക് ടു ഡെക്ക് ഇതാണ്. മുത്തൂര് 5.5 കാറ്.
പക്ഷെ ഇത് നമുക്ക് ഇതങ്ങനെ ഇതിന്റെ കറക്റ്റ് ആൻസർ ആക്കിലാക്കാൻ പറ്റില്ല, നമുക്ക് വേറെ ആക്കാം. എന്നാലും എന്താ നിങ്ങളത് എഴുതിയ ഇത് പോയിന്റ് ഇല്ലാത്ത ഞാൻ പാണ്ടാന്ന് കരുതി മുത്തുനെ. ഞാൻ കുറച്ച് ഷോക്ക് ആയി പോയി മുത്തന്റെ ആരാന്ന് പറഞ്ഞപ്പോ. സ്പിരിച്വൽ ഒരു ടഫ് ക്വസ്റ്റ്യൻ മുത്ത് പറഞ്ഞു. That will decide ആരാണ് winner. അതിപ്പോ നമ്മള് പോയതില് മുത്തുവിന് ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രിപ്പ് ഏതാണ്? അത് മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറഞ്ഞ ട്രിപ്പ്. അതിന് മുത്ത് പറഞ്ഞില്ലല്ലോ. എന്നാൽ വാട്ട് വിൽ ബി പറയാതെ ചെയ്യുമ്പോഴല്ലേ അത് കറക്റ്റ് ആവുന്നത്. നെക്ക് ടു നെക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നമ്മള് പോയതിനാ നമ്മൾ പോയതോ അല്ലെങ്കിൽ നമ്മൾ ഒരാളും ചിലപ്പോൾ ഫാമിലിയോട് പോയതായിരിക്കും, എന്തോ ആയിക്കോട്ടെ. അങ്ങനെ ചിലപ്പോൾ നമ്മൾ ഫാമിലിയോട് പോയിട്ടുണ്ട്, നമ്മൾ കുറച്ച് സ്ഥലത്തൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെമ്മറി, ചിലപ്പോൾ അത് നല്ലൊരു മെമ്മറി ആയിരിക്കും, നല്ല സ്ഥലമായിരിക്കും. എന്തായാലും നമുക്ക് ഫേവറേറ്റ് ആയിട്ട് നമുക്ക് അത് കൊള്ളായിരുന്നല്ലോ എന്ന് തോന്നിയിട്ടുള്ള ആ ഒരു സ്ഥലം. ആ ട്രിപ്പ് ഏതാന്ന് പറഞ്ഞു. യെസ് പറയും. എനിക്ക് ഏറ്റവും പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഡൗട്ട് ഉണ്ട്. അതുകൊണ്ടല്ല ചിലപ്പോ ഞാൻ പറയുമ്പോ ഇതിനേക്കാളും നല്ലതായിരുന്നു. ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ ജസ്റ്റിഫിക്കേഷൻ അല്ല, ഇപ്പൊ എന്താ പറയാ, ഞാനിപ്പം തൃശ്ശൂരാന്ന് പറഞ്ഞാല് മുത്തുന ഓക്കെ തൃശ്ശൂരിനേക്കാളും ബെറ്റർ ആണെന്നുള്ള ഇത് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വാഗമൺ കളമതി പോണ്ടിച്ചേരി കൊച്ചി ചെറായി അത് കുത്തുന്നെ. ഞാനും ഇത് ചെറായിയോ അല്ലെങ്കിൽ പോണ്ടിച്ചേരി. അയ്യോ വാഗമൺ എനിക്ക് ഇഷ്ടമല്ല. യു കൻ ടേക്ക് ഹാഫ് പോയിന്റ്സ്. അത് ഫുൾ പോയിന്റ് ഇടാതെ അത് വാഗമൺ പോയ ട്രിപ്പാണോ അതോ പോണ്ടിച്ചേരി പോയ ട്രിപ്പാണോ? വാഗമൺ ട്രിപ്പായിട്ട് കൂട്ടാൻ പറ്റില്ലല്ലോ. നമ്മൾ രാവിലെ പോയി തിരിച്ചു വന്നില്ലേ, അതൊക്കെ ട്രിപ്പ് ആവല്. പോയി വന്ന സ്ഥലങ്ങൾ കുറിച്ചാൽ പിന്നെ ഒന്നും എന്റെ വീട്ടിലെടുത്തില്ല സ്ഥലം. ഹാഫ് എടുത്തോ. ഐ മീൻ ദാറ്റ് ഹാസ് എ സ്പെഷ്യൽ പ്ലേസ്. ആദ്യമായിട്ട് നമ്മൾ പോയൊരു സ്ഥലമാണ്. ഞാൻ എന്റെ കൂടി തന്നെ പക്ഷേ that's very surprising answer. I thought you would choose ചെറായി or തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരായിരിക്കും കൊടുത്തത്. പോയിട്ടൊന്നും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരാക്കിയിട്ടൊന്നും ജയിച്ചാലും എനിക്ക് എവിടെ കുട്ടിയൊക്കെ ചിലപ്പോൾ തെറ്റിട്ടുണ്ട്. ജയിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് answer you were like surprisingly giving. No, I am the winner. So who know us better? Me. It's me. Thank you. Bye. ഇതുവരെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു സെഷൻ? ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ? കാര്യം ചിലപ്പോൾ ഓൾറെഡി ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കിയോണ്ടായിരിക്കും. Okay, next time you can prepare questions and I will answer. Next time എന്താണെന്ന് വെച്ചാൽ ഒരു 5 എണ്ണം നീ പ്രിപ്പയർ ചെയ്യും. ഞാൻ പറഞ്ഞു guys, I told him ഞാൻ 5 എണ്ണം പ്രിപ്പയർ ചെയ്യാ, let him prepare 5. അപ്പോൾ ഹോംവർക്ക് ചെയ്യാൻ മടിയായിട്ട് you didn't do that, so I only prepared 10 questions. So now if you say ഇതായിരിക്കില്ല ഇത് ചെയ്യാൻ പോകുന്നത്, പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. Okay, if they are also okay to see a part 2 of this, you prepare 10 questions. I'm happy to answer. Let us know guys. നോക്കട്ടെ, മൊത്തത്തിൽ ഒന്ന് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നോക്കട്ടെ. ഞാൻ നല്ല രീതിയിൽ ചളായിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം പിടിക്കുന്നത്. അപ്പോൾ ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. ജയിച്ചു. ഗിഫ്റ്റ് എനിക്ക് ഈസി ആയിരുന്നു. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.